ആലപ്പുഴ ചേർത്തലയിലെ 46-കാരി സജിയുടെ മരണത്തിൽ വഴിത്തിരിവ്. സജിയെ അച്ഛൻ സോണി കൊലപ്പെടുത്തിയതാണെന്ന് മകൾ മിഷ്മ മൊഴി നൽകി. സജിയെ ഭർത്താവ് സോണി മർദ്ദിച്ച ശേഷം മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ് മകൾ പറയുന്നത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്തു. കഴിഞ്ഞ ഫെബ്രുവരി 8-ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ സജി ശനിയാഴ്ചയാണ് മരിച്ചത്. ജനുവരി 8-ന് സ്റ്റെയർകേസിൽ നിന്ന് സജി തെന്നി വീണ് പരിക്കേറ്റുവെന്ന് പറഞ്ഞാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 1 മാസം കോമ സ്റ്റേജിൽ തുടർന്ന ശേഷം മരിച്ചു. ചേർത്തല സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ സംസ്കാരവും നടത്തി. ഇന്നലെയാണ് മകൾ മിഷ്മ അമ്മയുടെ മരണം കൊലപാതകമാണെന്ന് കാണിച്ച് പരാതി നൽകിയത്. സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. RDO അനുമതിയോടെ പള്ളി സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം 3-ാം ദിനം പോലീസ് പുറത്തെടുത്തു. മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ച ശേഷം വീടിന്റെ 2-ാം നിലയിൽ നിന്ന് അമ്മയെ അച്ഛൻ സോണി താഴേക്കെറിയുകയായിരുന്നുവെന്നാണ് മകളുടെ മൊഴി. ശേഷം കത്തിയുമായി മകളെയും സോണി ഓടിച്ചു. സജിയുടെ മരണം കൊലപാതകമാണെന്ന് സഹോദരൻ തോമസും പറഞ്ഞു. പുള്ളിക്കാരൻ എപ്പോഴും മദ്യവെച്ചിട്ട് വന്നിട്ടും ഒരുമാതിരി ഈ പ്രാന്തന്മാരെ പോലെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് മർദ്ദനം ഉണ്ടായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് രക്തം വാർന്നു പോകുമ്പോഴും സജിയെ ഭർത്താവ് സോണി ആശുപത്രിയിൽ എത്തിച്ചില്ല. നിരന്തരം സോണി സജിയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ. കുടുംബങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതാണ്. രണ്ടുപേരും ജീവിത രീതിയിലുള്ള കുഴപ്പങ്ങളാണ്. ഇയാൾ മദ്യപാനൊക്കെ. മൃതദേഹം പുറത്തെടുത്തതും ഇൻക്വസ്റ്റ് നടപടികളുമെല്ലാം മകൾ മിഷ്മയുടെ സാന്നിധ്യത്തിൽ. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നാളെ പോസ്റ്റ്മോർട്ടം നടക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൊലക്കുറ്റത്തിന് കേസെടുത്തേക്കും. 24 ആലപ്പുഴ.